മുക്തയുടെ 7 അയലത്ത് നിൽക്കാനുള്ള യോഗ്യത അവക്കില്ല. പാറു മുക്തയ്ക്ക് ഒരു എതിരാളിയേ അല്ല. അത് ശരിയാ മോനെ. മുക്തയും അവളെയും തമ്മില് താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല. അവളൊരു പട്ടിക്കാട്ടുകാരിയല്ലേ. മുക്ത ഈ കമ്പനിയുടെ സിഇഒയാ. അതേന്നേ, മുക്തയുടെ പഠിപ്പോ സൗന്ദര്യമോ പണമോ അന്തസ്സോ ഒന്നും പാറുനില്ല. പിന്നെ എന്തിനാ നിങ്ങളൊക്കെ അവളെ പേടിക്കണത്? അവൾക്ക് എന്തുകൊണ്ടും ചേർന്ന ജീവിത പങ്കാളി ആ പ്രിയം തന്നെയാ. സത്യം, ചക്കിക്കൊത്ത ചങ്കരൻ. ചക്കിയും ചങ്കരനും ഒരുമിക്കുന്നല്ലേ നിങ്ങൾക്ക് നല്ലത്. അതിനിവിടെ ഒരു അവസരം ഒരുക്കണതില് തെറ്റൊന്നും ഇല്ലല്ലോ. ഓ, അതിന്റെ ഗുണം നിങ്ങൾക്ക് തന്നെയല്ലേ. മേഡം നന്നായിട്ടൊന്ന് ആലോചിക്കുക. അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് വന്നാൽ പൂക്കളത്തിന്റെ മുമ്പിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ചിത്രം എടുക്കാം. എന്താ? ശരി മോനെ. ആന്റി, അയാള് പറഞ്ഞതാണ് ശരി. നമ്മളിപ്പോ പാർവതിയെ പുറത്താക്കാൻ ശ്രമിച്ചാൽ കൈലാഷിന് നമ്മളോട് ദേഷ്യം തോന്നും. നമ്മള് ബുദ്ധിപൂർവം വേണം നീങ്ങാൻ. കാര്യമൊക്കെ ശരിയാ, പക്ഷെ എനിക്കവളെ കണ്ടാ തന്നെ തല്ലാൻ തോന്നും. പാർവതിയെ ഈ വീട്ടിൽ നിന്നല്ല, കൈലാഷിന്റെ മനസ്സിൽ നിന്നാ പുറത്താക്കേണ്ടത്. പ്രിയനും പാർവതിയും തമ്മിലുള്ള കല്യാണം കഴിയുന്നത് വരെ കൈലാഷിന് അവളെ മറക്കാൻ കഴിയില്ല. അവരുടെ കല്യാണം കഴിഞ്ഞ പിന്നെ നമ്മുടെ വഴിയിലെ തടസ്സം മാറും. കൈലാഷ് പുതിയൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. എന്റെ ഒരു ഗതികേട്. ആ ദരിദ്രവാസികളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട അവസ്ഥയായി. സാരല്ല, നിന്നെന്റെ മരുമകളാക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. താങ്ക് യു ആന്റി. അമ്മേ, നമുക്ക് ആ പൂക്കളത്തിന്റെ അടുത്തുനിന്ന് ഒരു ഫോട്ടോ എടുക്കാം. ഞാൻ എങ്ങോട്ടും ഇല്ല. എന്തുപറ്റി? എന്തു പറ്റിയെന്ന് നിനക്ക് അറിയില്ലേ? ഞാനും പാറും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം സംസാരിച്ച് തീർക്കാൻ വേണ്ടി നീ കൈലാഷിനെ കൊണ്ട് മനഃപൂർവ്വം ഇതെല്ലാം ചെയ്യിപ്പിച്ചതാണെന്ന് എനിക്കറിയാം. നീ എന്തൊക്കെ ചെയ്താലും ശരി, ഞാൻ അവളോട് ക്ഷമിക്കാൻ പോകുന്നില്ല. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? പാറു അപ്പോഴത്തെ ദേഷ്യത്തില് അറിയാതെ പറഞ്ഞു പോയൊരു കാര്യം വെച്ചിട്ട് അമ്മ അവളെ ഇങ്ങനെ വെറുക്കരുത്. അവൾ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് നിന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ എന്ത് വിശ്വസിച്ചേട്ടാ നീ അവളുടെ പുറകെ നടക്കുന്നത്? അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടമ്മേ. അവളുടെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞാ അവൾക്ക് മനസ്സമാധാനം കിട്ടും. അപ്പൊ അവളുടെ പ്രശ്നം എന്താണെന്ന് അവൾ നമ്മളോട് പങ്കുവയ്ക്കും. ആ പ്രശ്നങ്ങൾ പരിഹരിച്ച അവളുടെ മനസ്സ് മാറും. മാറില്ല. ഏതൊരു പെൺകുട്ടിയും പോലെ കല്യാണം എന്റെ ജീവിതത്തിലെ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ദേഷ്യത്തിൽ എടുത്ത ചാടി കല്യാണത്തിൽ നിന്നും പിന്മാറിയതല്ല. നന്നായി ആലോചിച്ചിട്ട് തന്നെയാണ് ഞാനതെല്ലാം പറഞ്ഞത്. ഞാൻ പറഞ്ഞ സത്യമാണ്. അത് പ്രിയൻചേട്ടൻ എത്രയും പെട്ടെന്ന് അംഗീകരിക്കുന്നതാണ് നല്ലത്. എടാ, ഇനിയെങ്കിലും നീ ഇവളെ പ്രതീക്ഷിച്ച് ഭാവി കളയുന്ന ഒന്ന് നിർത്തുവോ? അമ്മ പറയുന്നത് കേൾക്കുന്നതാ പ്രിയൻചേട്ടന് നല്ലത്. തുളസി നല്ല കുട്ടിയാ. കുട്ടിക്കാലം മുതല് പ്രിയൻചേട്ടനെ മാത്രം മനസ്സിൽ കൊണ്ടു നടന്ന ഒരാളാണ്. അമ്മ ആവശ്യപ്പെടുന്നത് പോലെ 3 മാസത്തിനുള്ളിലല്ല, വേണമെങ്കിൽ നാളെ തന്നെ പ്രിയൻചേട്ടനെ കല്യാണം കഴിക്കാൻ തുളസി തയ്യാറാണ്. അമ്മയും കുടുംബക്കാരും തീരുമാനിച്ചതുപോലെ തുളസി തന്നെയാ പ്രിയൻചേട്ടന് ചേരുന്ന കുട്ടി.